ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞായറാഴ്ചയാണ്, ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ പെട്ടെന്ന് പണിയെല്ലാം തീർക്കണം. അതിന് പച്ചക്കപ്പയും പോർക്കിറച്ചിയും അങ്കമാലി സാലഡും ആട്ടോ സ്പെഷ്യൽ. അപ്പോൾ പോർക്കിറച്ചിക്ക് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടു. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കി പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അത് അതങ്ങനെ ആ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് ഞാൻ ഇറച്ചി വെക്കുന്ന പാനിലേക്ക് ആ പൊടികളെല്ലാം ഇട്ടു. ഇഞ്ചി നന്നായിട്ട് വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇറച്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് സവോള ഒരു പിടുത്തം സവോള നന്നായിട്ട് ഞെരടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മസാല എല്ലാം കൂട്ടി തിരുമ്മി വെച്ചു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവാനായിട്ട് വെച്ചു. പോർക്കിറച്ചി വേവാൻ നല്ല സമയമെടുക്കും. പിന്നീട് ആ സമയം ഞാൻ പച്ചക്കപ്പ തൊണ്ടൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി നുറുക്കി അത് എടുത്തു. ആ സമയം പെട്ടെന്ന് അതിന് ശേഷം അതിൻ്റെ കഴുകി നുറുക്കി എടുത്തതിന് ശേഷം കപ്പയുടെ വെള്ളം ചൂടാക്കാൻ വെച്ചു. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഈ കപ്പ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കപ്പ ഇട്ട് കൊടുത്തു. തിളയ്ക്കാനായിട്ട് വെച്ചതിന് ശേഷം ഞാനൊരു ചായ ഇട്ടു. ആരും എഴുന്നേറ്റിട്ടില്ല, ആരെയും വിളിച്ചില്ല, ഞായറാഴ്ചയല്ലേ, എല്ലാവരും കിടക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ എല്ലാവരും ആരെയും വിളിക്കാതെ തന്നെ ഞാൻ തനിച്ച് ചായയൊക്കെ കുടിച്ച് മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരുന്നു. മൊബൈലൊക്കെ കണ്ടില്ല, ആവശ്യമായിട്ടിരുന്ന് ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വന്ന് കറിയൊക്കെ ഇളക്കിയിട്ടു. അന്നേരത്തേനും കപ്പ വെന്തു. പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കപ്പയിലേക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു. കപ്പ നന്നായിട്ട് 2-3 പ്രാവശ്യം ഞാൻ കഴുകും. അതിന് കട്ടുണ്ട് കപ്പയ്ക്ക്, പച്ചക്കപ്പയ്ക്ക്. ആ കട്ടെല്ലാം കളയാനായിട്ട് അങ്ങനെ വെള്ളം ഊറ്റി വെച്ച് കപ്പയെല്ലാം അടച്ചു വെച്ചു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വന്നതിന് ശേഷം ഞാൻ കപ്പയ്ക്കുള്ള അരപ്പിടാൻ വേണ്ടി എടുത്തു. തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടുള്ള അരപ്പ് അതെപ്പോഴും ഞാൻ കാണിക്കുന്നതാണല്ലോ. അങ്ങനെ അരപ്പൊക്കെ ഇട്ട് അത് മൂടി ചെറുതീയിൽ നന്നായിട്ട് ആവി കയറാനായിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ കപ്പയുടെയും പോത്തിറച്ചിയുടെയും പണികളെല്ലാം കഴിഞ്ഞു. ഇനി സ്പെഷ്യൽ സാലഡാണ്. അതിന് ഞാൻ 3 സവോള എടുത്തു. സവോള നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി അതിൻ്റെ വെള്ളം കളയണം. അപ്പോൾ ആ സവോള നല്ല സോഫ്റ്റ് ആവും കേട്ടോ. പിന്നീട് അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ലേശം ഇഞ്ചിയും കൂടി ചതച്ചിട്ടതും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കണം. 1/4 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് അതിൻ്റെ തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവുകയാണ്. നല്ല പച്ചക്കപ്പയും പോർക്കിറച്ചിയും അങ്കമാലി സാലഡും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.